നമസ്കാരം. തിരുനാൾ പെരുമയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. 8 നോമ്പാചരണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ദേവാലയങ്ങളെയാണ് ഈ ദിവസങ്ങളിൽ തിരുനാൾ പെരുമയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ആലപ്പുഴ രൂപതയിലെ തുമ്പോളി സെയിൻറ്റ് തോമസ് ദേവാലയത്തിൻ്റെ മുൻപിലാണ്. തുമ്പോളി മാതാവിൻ്റെ പരിശുദ്ധ മാതാവിൻ്റെ വലിയൊരു തീർത്ഥാടന ദേവാലയമാണിത്. കേരളത്തിലും വിദേശങ്ങളിലുമൊക്കെ അറിയപ്പെടുന്ന ദേവാലയമാണ്. AD 600-ൽ ഈ തുമ്പോളി ദേശത്ത് ഒരു ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടു എന്നാണ് ചരിത്രം പറഞ്ഞു വയ്ക്കുന്നത്. പിന്നീട് ഇവിടെ ഒരു ദേവാലയം സ്ഥാപിതമായി. അത് തോമാശ്ലീഹായുടെ നാമധേയത്തിൽ സ്ഥാപിച്ചു. പിന്നീടാണ് മാതാവിൻ്റെ നാമധേയത്തിൽ ഇത് അറിയപ്പെടാൻ തുടങ്ങിയത്. അതിന് കാരണം ഈ തുമ്പോളി ദേവാലയത്തിന് മുൻപിൽ കടലാണ്. കടലിലൂടെ ഒരു കപ്പൽ വരികയും ആ കപ്പലിൽ നിന്ന് ഒരു മാതാവിൻ്റെ തിരുസ്വരൂപം ഈ ദേവാലയത്തിൽ എത്തിയതുമായിട്ടാണ് ചരിത്രം പറയുന്നത്. ആ വിശേഷങ്ങളെല്ലാം നമുക്ക് ദേവാലയത്തിന് അകത്ത് പ്രവേശിച്ചതിന് ശേഷം വികാരിയച്ഛനോടും മറ്റാളുകളോടുമൊക്കെ സംസാരിച്ച് നമുക്ക് തിരിച്ചറിയാം. തുമ്പോളി എന്ന ദേശത്തിന് ഈ പേര് വരാനുണ്ടായ കാര്യവും മാതാവിൻ്റെ ഈ തിരുസ്വരൂപത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയാം. പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ദേവാലയം. നമുക്ക് ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് കൂടുതൽ കാര്യങ്ങളെ തിരുനാളിനെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒക്കെ അറിയാം. ദേവാലയത്തിൽ പ്രവേശിക്കാം. തുമ്പോളി ദേവാലയത്തിൻ്റെ പ്രധാന ബലിവേദിയുടെ അൾത്താരയുടെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഗോത്തിക് ശില്പമാതൃകയിലുള്ള വളരെ മനോഹരമായ ചിത്രവേലകളോട് കൂടിയിട്ടുള്ള ഒരു പ്രധാന ബലിവേദിയാണിത്. ഏറ്റവും മുകളിലായി പരിശുദ്ധ മാതാവിനെ കിരീടം ധരിപ്പിക്കുന്ന വളരെ മനോഹരമായ ചിത്രീകരണമാണ്. വശങ്ങളിൽ സങ്കീർത്തനം പാടുന്ന കാഹളമൂതുന്ന മാലാഖ വൃന്ദങ്ങളെ കാണാം. നടുവിൽ ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ തോമാശ്ലീഹായുടെ തിരുസ്വരൂപം. അതിൻ്റെ ഇരുവശങ്ങളിലുമായി വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ യൂദാശ്ലീഹ എന്നിവരുടെ തിരുസ്വരൂപങ്ങളാണ്. താഴെ കാണുന്ന വളരെ മനോഹരമായ പരിശുദ്ധ അമ്മമാതാവിൻ്റെ ബാല്യകാലത്തെ അനുസ്മരിപ്പിക്കുന്ന 11 വയസ്സ് പ്രായമാണ് ഇതിൻ്റെ ചിത്രകാരൻ ശില്പി അതിന് പറയുന്നത്. 11 വയസ്സ് പ്രായമുള്ള അമ്മമാതാവിൻ്റെ മനോഹരമായ തിരുസ്വരൂപം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പ്രധാന ബലിവേദി കൂടാതെ 6 ചെറിയ അൾത്താരകൾ കൂടി ഈ ദേവാലയത്തിനുണ്ട് എന്നുള്ളതാണ്. പുരാതന കാലങ്ങളിൽ ഈ അൾത്താരകളിലെല്ലാം ബലിയർപ്പിച്ചിരുന്നു എന്നാണ് ഇതിൻ്റെ ചരിത്രം നമ്മോട് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ സമീപകാലത്ത് ലഭിച്ചിട്ടുള്ള പരിശുദ്ധ മാതാവിൻ്റെ മറ്റൊരു വളരെ മനോഹരമായ തിരുസ്വരൂപം കൂടി ഈ ദേവാലയത്തിൻ്റെ അകത്ത് കാണാം. ഇങ്ങനെ പ്രാർത്ഥനയുടെ വലിയൊരു തീഷ്ണത ഈ ദേവാലയത്തിനകത്തെത്തുന്ന വിശ്വാസ സമൂഹത്തിന് നൽകാനായിട്ട് ഈ ദേവാലയത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ്. തുമ്പോളി ദേവാലയം ശരിക്കും പറഞ്ഞാൽ തോമാപ്പള്ളി എന്ന് പറയുന്നത് ലോപിച്ച് തുമ്പോളിയായെന്നാണ്. തോമാശ്ലീഹായുടെ പരിശുദ്ധ നാമധേയത്തിലുള്ള സ്വർഗീയ മധ്യസ്ഥതയുടെ കീഴിലുള്ള ആലപ്പുഴ രൂപതയുടെ ഏറ്റവും പ്രമുഖമായ ഒരു ദേവാലയമാണ്. ഭാരതത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രവുമാണ്. കപ്പലിൽ എത്തിയ തിരുസ്വരൂപത്തിന് ആളുകൾ സ്വീകരണം നൽകി. തിരുസ്വരൂപം കടപ്പുറത്ത് ഇറക്കി വെച്ച് പ്രാർത്ഥന തുടരെ നടത്തുകയും ആളുകൾ തടിച്ചുകൂടുകയും അവിടെ ഒരു ചെറിയ പുരകെട്ടി മാതാവിനെ പ്രതിഷ്ഠിച്ച് വണങ്ങിപ്പോരുകയും ചെയ്തു. പിന്നീട് അത് ജീർണതാവസ്ഥയിലായപ്പോൾ വലിയൊരു ദേവാലയം ഉണ്ടാകണമെന്ന് എല്ലാവരും കൂടി ആഗ്രഹിക്കുകയും അതിൻ്റെ ശ്രമഫലമായിട്ടാണ് നമ്മൾ ഈ കാണുന്ന പ്രൗഢഗംഭീരമായ അതിപുരാതനമായ അൾത്താരയോടുകൂടിയ മനോഹരമായ ഈ ആലയം രൂപപ്പെട്ടു വരുന്നത്. അൾത്താരയുടെ പൗരാണികത, പഴമ
അതൊക്കെ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു വിസ്മയ കാഴ്ച തന്നെയാണ്. മാതാവിൻ്റെ തിരുസ്വരൂപം വളരെ ശോഭയുള്ളതാണ്, സൗന്ദര്യവതിയാണ്. ആ സൗന്ദര്യത്തെ നമുക്ക് ദൈവതുല്യമല്ലാതെ മറ്റെങ്ങും കണ്ടെത്തുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ മുഖപ്രകാശത്തോടു കൂടിയ തിരുസ്വരൂപമാണ്. ആ തിരുസ്വരൂപത്തിലേക്ക് നോക്കുന്നവർ മിഴുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് കാണാനായിട്ട് കഴിയും. അങ്ങനെ ദേവാലയം വളരുകയും വലുതാവുകയും ചെയ്തതിൻ്റെ കൂടെ ഇവിടെ ഒരു ദൈവജനം രൂപപ്പെടുകയും 2500ഓളം വീടുകളാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 2 ദേവാലയങ്ങൾ ഇടവകകളായി പ്രഖ്യാപിക്കുകയും തുമ്പോളി ഇടവക കൂട്ടായ്മയിൽ നിന്ന് മാറുകയും ചെയ്തു. അമ്മേ കനിവിൻ്റെ നാഥേ, അമ്മേ കനിവിൻ്റെ നാഥേ, അനുഗ്രഹവർഷത്തിൻ നാഥേ, അനുഗ്രഹം ചൊരിഞ്ഞു നീ എന്നും ആശ്രിതർക്കാലംബം നീയേ. അമ്മേ കനിവിൻ്റെ നാഥേ, സന്ധ്യാദീപം കൊളുത്തി ഞാൻ ജപമാലയർപ്പിക്കുമെന്നും, സന്ധ്യാദീപം കൊളുത്തി ഞാൻ ജപമാലയർപ്പിക്കുമെന്നും, ത്രിലോകരാജ്ഞിയാം അമ്മേ നിൻ മുന്നിലും കൃതജ്ഞതയർപ്പിക്കുമെന്നും, ത്രിലോകരാജ്ഞിയാം അമ്മേ നിൻ മുന്നിലും കൃതജ്ഞതയർപ്പിക്കുമെന്നും, അമ്മേ കനിവിൻ്റെ നാഥേ. പരിശുദ്ധ അമ്മയുടെ 13ഓളം പ്രധാനപ്പെട്ട തിരുനാളുകൾ സഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ തിരുനാമത്തിൽ ജനങ്ങളോട് നമുക്ക് ഇന്ന പെരുന്നാൾ വരുന്നെന്ന് പറഞ്ഞാൽ അവർ ആവേശത്തോടു കൂടെയാണ് ദേവാലയത്തിൽ ഓടി അണയുന്നത്. മാതാവിൻ്റെ ജനനം ക്രിസ്മസ് മനസ്സിൽ ധ്യാനിക്കാൻ പ്രചോദനമേകുന്ന ഒരു ജനന തിരുനാളാണ്. ശരിക്കും പറഞ്ഞാൽ പുത്തരി തിരുനാൾ എന്നുള്ള പേരിൽ നമ്മുടെ നാട്ടിൽ അത് വലിയ തോതിൽ പ്രചാരണം ലഭിക്കുകയുണ്ടായി. വയലിൽ നിന്ന് അധ്വാനത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ആദ്യത്തെ ധാന്യമണികൾ മാതാവിൻ്റെ ജനന തിരുനാളിന് കാഴ്ചയായിട്ട് സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഒരു പാരമ്പര്യം. അതേപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിൻ്റെ അധ്വാന ഫലമായിട്ടുണ്ടാകുന്ന ശ്രേഷ്ഠമായ ഫലങ്ങൾ ദൈവത്തിന് പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുന്ന ഒരു സുദിനം കൂടെയാണ്. ആഴിതൻ തീരത്തെ ദേവാലയം, തുമ്പോളി മാതാവിൻ പുണ്യഗേഹം, നാനാമതസ്ഥരും ഏറ്റുപാടും തുമ്പോളിയമ്മ തൻ ഇമ്പനാമം. ആഴിതൻ തീരത്തെ ദേവാലയം, തുമ്പോളി മാതാവിൻ പുണ്യഗേഹം. തിരുനാളേ തിരുനാളേ തീരത്തിന്ന് തിരുനാള്, തിരുനാളം തെളിയുമ്പോൾ തീരം നിറയും പെരുന്നാള്. ജീവിതസാഗര യാത്രയതിൽ ഉലയും തോണി തൻ കാവലായി നീ. ജീവിതസാഗര യാത്രയതിൽ ഉലയും തോണി തൻ കാവലായി നീ. കരയറിയാതെ ഞാൻ കരയും നേരം വഴി
വഴിയിൽ പ്രകാശദീപമാകുന്നു നീ. ആഴിതൻ തീരത്തെ ദേവാലയം, തുമ്പോളി മാതാവിൻ പുണ്യഗേഹം. തിരുനാളേ തിരുനാളേ തീരത്തിന് തിരുനാള്, തിരുനാളം തെളിയുമ്പോൾ തീരം നിറയും തിരുനാള്. എട്ടുനോൻപ് തിരുനാളിന് ഈ ഇടവകക്കാരായിട്ടുള്ളവർ മാത്രമല്ല, പുറത്തുനിന്നുള്ള ഇടവകാംഗങ്ങളും പലരും ഇവിടെ വന്ന് ഈ ജപമാല, അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുകയും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് 8-ാം തീയതി വളരെ ആഘോഷമായിട്ടാണ് മാതാവിൻ്റെ ജനന തിരുനാൾ ഇവിടെ ആഘോഷിച്ചു പോരുന്നത്. ഇതൊരു വലിയൊരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ആ ഒരു തീർത്ഥാടന കേന്ദ്രം എങ്ങനെയും മാതാവിൻ്റെ പേരിൽ ഇവിടെ അറിയപ്പെടുക, ആ ഒരു ഉദ്ദേശമാണ് ഈ ഇടവക. ആഗ്രഹവും പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഈ ഇടവകങ്ങളായി ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത്. ഇന്ത്യയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള മാതൃരൂപങ്ങളിൽ ഏറ്റവും പ്രാചീനവും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ ഒരു മാതൃരൂപമാണ് തുമ്പോളി മാതാവ്. നിങ്ങൾക്കറിയാം, യഹൂദ നിയമപ്രകാരം 12 വയസ്സാകുമ്പോൾ യഹൂദ വനിതകൾ തലയിൽ തട്ടമിടും എന്നാണ് പറയുന്നത്. പക്ഷേ തുമ്പോളി മാതാവിനെ സംബന്ധിച്ചിടത്തോളം തലയിൽ തുണിയില്ലാത്ത, മുടി ഈരി, തലയിൽ തുണി പോലും ഇല്ലാതിരിക്കുന്ന ഒരു മാതൃരൂപമാണ് തുമ്പോളുള്ളത്. അപ്പോൾ ഈ മാതാവിൻ്റെ പ്രായത്തെക്കുറിച്ച് ആ ചിത്രകാരൻ്റെ ഭാവനയിൽ തന്നെ പറയുന്നത് 11 വയസ്സെന്നാണ്. അപ്പോൾ ഏറ്റവും പ്രാചീനമായ ഈ മാതൃരൂപം ഭയങ്കര അനുഗ്രഹം പ്രദാനം ചെയ്യുന്നതാണ്. ഒത്തിരി പേര് ഇവിടെ വരികയും മാതൃസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോരോ ആവശ്യങ്ങളുമായി വരുന്നവരെ മാതാവ് പ്രത്യേകം കനിഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. വർഷങ്ങളോളം നടന്നു വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മാതാവിനെ സംബന്ധിച്ച്. ഇത് ഇങ്ങനെ ഈ തലയിൽ തട്ടമിടാത്ത, ഇങ്ങനെ മുടിയൊക്കെ കാണാവുന്ന ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു ഇവിടെയാണ് ഉള്ളത്. വേറെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാ പള്ളികളിലും മാതാവിൻ്റെ ചിത്രങ്ങൾ വെച്ച് ആരാധിക്കുന്ന കാലത്ത് ഇവിടെ പിന്നെ കപ്പൽ വന്ന് ഇവിടെ നിന്നു. അങ്ങനെ അവിടെ അവർക്ക് വെളിപാടുണ്ടായി. അങ്ങനെയാണ് ഇവിടെ ഈ മാതാവ് വന്നു ചേർന്നത്. 10,000 പങ്കെടുക്കുന്ന റാലിയോടുകൂടിയാണ് തിരുനാളിനെ കൊടികയറുക. അത് അർത്തുങ്കൽ ബസിലിക്കയിൽ നിന്നെടുക്കുന്ന തിരുനാൾ കൊടി ഇവിടെ കൊണ്ടുവന്ന് കൊടികയറി 8-ാം തീയതിയാണ് തിരുനാൾ. ഈ ആഘോഷങ്ങൾക്കെല്ലാം നാനാജാതി മതസ്ഥർ ഇവിടെ പങ്കെടുക്കുന്നു. ഇവിടെയുള്ള ഈ തിരുനാളിൻ്റെ ആഘോഷങ്ങൾക്ക് നാനാജാതി മതസ്ഥർ പങ്കെടുക്കുമ്പോൾ ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ തിരുനാളായിട്ടാണ് ഇവിടെ മാറുക. ഇവിടെ ഒരു പ്രത്യേകത വരികയെന്ന് പറയുന്നത് 8-ാം ഇടത്തിൻ്റെ പ്രദക്ഷിണമാണ്. 8-ാം ഇടത്തിലെ പ്രദക്ഷിണമെന്ന് പറയുന്നത് മറ്റെങ്ങും കാണാത്ത രീതിയിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് സ്ത്രീജനങ്ങളാണ് ഇടയിലെ കുരിശടി വരെ അവിടുന്ന് തിരുസ്വരൂപം വഹിക്കുന്നത്. അപ്രകാരം ഇവിടെ കടന്നു വരുന്ന എല്ലാ ജനങ്ങൾക്കും അതിൽ സംബന്ധിക്കുവാനുള്ള തിരുസ്വരൂപം വഹിക്കുവാനുള്ള സാഹചര്യങ്ങളിലൂടെ ഒരുക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം നാം മനസ്സിലാക്കുന്നത് 2 വാക്കുകളിൽ നമുക്ക് ചുരുക്കി എഴുതാം. ഫിയാത്ത് മുതൽ പിയാത്ത് വരെയുള്ള പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം. ഈ 2 വാക്കിലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാള് ഈ ഇടവകയിൽ സാഘോഷമായിട്ട് ആഘോഷിക്കുകയാണ്. സെപ്റ്റംബർ 1-ാം തീയതി മുതൽ സെപ്റ്റംബർ 8-ാം തീയതി വരെ ഈ ദേവാലയത്തിൽ നിരവധി ആൾക്കാർ വരികയും അവർ പ്രാർത്ഥിക്കുകയും ഏറെ പ്രത്യേകമായിട്ട് വൈകുന്നേരങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയത്തെ അനുസ്മരിച്ചുകൊണ്ട് ദിവ്യബലിയും, 8-ാം തീയതി വൈകുന്നേരം സാഘോഷമായ ദിവ്യബലിയും തുടർന്ന് പ്രദക്ഷിണവും ഈ പള്ളിമുറ്റത്ത് പതിവായിട്ട് നമ്മൾ ചെയ്യാറുള്ളതാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. പരിശുദ്ധ അമ്മയുടെ ജനനം നമുക്ക് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും നമ്മുടെ ഭവനങ്ങളെയൊക്കെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. ജീവിത ദുഃഖങ്ങൾ പ്രാർത്ഥനയായി ഏകുന്ന ഭക്തരിൽ വരമരുളൂ. ജീവിത ദുഃഖങ്ങൾ പ്രാർത്ഥനയായി ഏകുന്ന ഭക്തരിൽ
കനിവരുളൂ. പട്ടും കിരീടവും സവിതേ നൽകി കരം കൂപ്പി നിന്റെ മുന്നിൽ നിൽക്കുന്നു ഞാൻ. ആഴിതൻ തീരത്തെ ദേവാലയം, തുമ്പോളി മാതാവിൻ പുണ്യഗീഹം. നാനാമതസ്ഥരും ഏറ്റുപാടും തുമ്പോളിയമ്മ തൻ ഇമ്പനാമം. ആഴിതൻ തീരത്തെ ദേവാലയം, തുമ്പോളി മാതാവിൻ പുണ്യഗീഹം. തിരുനാള് തിരുനാള് തീരത്തിന്ന് തിരുനാള്, തിരുനാളം തെളിയുമ്പോൾ തീരം നിറയും പെരുന്നാള്. ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഇതൊരു തീരദേശമാണ്. കടലിനോട് ഒരു 500 മീറ്റർ അകലമൊക്കെ ഉള്ളൂ. നമുക്ക് നടന്നങ്ങോട്ട് ചെല്ലാം. തിരമാലകളും വലിയ വിസ്താരമാർന്ന കടൽ തീരവുമാണ് സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ തീരദേശത്ത് തിങ്ങിപ്പാർക്കുന്നുണ്ട്. കയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുണ്ട്. പിന്നെ ഇതര കെട്ടിട മേഖലകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, അധ്യാപകരടങ്ങുന്ന അങ്ങനെ ഒരു വലിയ കൂട്ടായ്മ. 13ഓളം ഡോക്ടേഴ്സ് ഈ അടുത്ത കാലത്ത് ചെറുപ്പക്കാർ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വിദ്യാഭ്യാസപരമായിട്ട് വലിയ ഉന്നതിയുണ്ട്. അപ്പോൾ ഇവരെല്ലാം അതിനെപ്പറ്റി പറയുന്നത് തുമ്പോളി അമ്മയുടെ സംരക്ഷണവും പരിപാലനയിലും ലഭിക്കുന്ന അനുഗ്രഹങ്ങളെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ജനന തിരുനാൾ ആളുകൾക്ക് വളരെ ഹൃദ്യമാണ്. അവരതിനുവേണ്ടി കാത്തിരിക്കുന്നു. 1 തുടങ്ങി 8 വരെയുള്ള സുദിനങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആത്മീയ ധ്യാനത്തോടും കൂടെ മരിയൻ സ്തുതികളോടുകൂടെയാണ് അവർ ദേവാലയത്തിലായിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും നമ്മുടെ ദേവാലയത്തിൽ മാതാവിൻ്റെ ഒരു ദിവസമായിട്ട് പൂർണ്ണമായി മാറ്റിവെക്കുകയാണ്. പ്രഭാതത്തിൽ 5:15 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾ വൈകിട്ട് 7:30 മണി വരെ തുടരുകയാണ്. പല സമയത്ത് നൊവേനയും ആരാധനയും പ്രാർത്ഥനയും നേർച്ചക്കഞ്ഞി വിതരണവും കുമ്പസാരവും അടിമ ശുശ്രൂഷയും എല്ലാം ഉണ്ട്. ഇപ്പം ജനന തിരുനാൾ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞു, ക്രിസ്മസിനോട് കൂടുതൽ സ്നേഹം പുലർത്തുന്ന ഒരു ധ്യാനമാണ് മാതാവിൻ്റെ ജനന തിരുനാൾ. അപ്പോൾ ഒരു കുഞ്ഞ് മരിയ ബംബീനയായി, മമ്മ മേരിയായി ഉറങ്ങുന്ന മാതാവിൻ്റെ തിരുസ്വരൂപം ഇന്ന് ആളുകൾ ഒത്തിരി ധ്യാനിക്കുന്ന ഒരു തിരുസ്വരൂപമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും മാതാവിൻ്റെ ജനനം സഭയ്ക്കും ലോകത്തിനും എന്തുമാത്രം അനുഗ്രഹങ്ങൾ സമ്മാനിച്ചുവെന്ന് ധ്യാനിക്കാനും കിട്ടുന്ന ഒരു അവസരം കൂടെയാണ് ജനന തിരുനാൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജനനത്തിന് രക്ഷാകരമായ പദ്ധതിയിൽ വലിയ പ്രാധാന്യമുണ്ട്. അത് സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവനെന്ന് ശിഷ്യർ ചോദിക്കുമ്പോൾ ഈശോ നൽകുന്ന മറുപടി, ഏറ്റവും ചെറുതാകുന്നത് ആരോ അവർക്കാണ് ആ വലിപ്പമുള്ളത്. കുഞ്ഞിൻ്റെ മനസ്സ്, നിഷ്കളങ്കത, ശുശ്രൂഷകനാകാനുള്ള തയ്യാറെടുപ്പ്, അതൊക്കെയാണ് ഒരാളുടെ വലിപ്പം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ലാളിത്യവും എളിമയും ഇതാ കർത്താവിൻ്റെ ദാസി എന്നുള്ള പൂർണ്ണമായ വിട്ടുകൊടുക്കലും ഈ ജനന തിരുനാളിന് ഏറ്റവും ശക്തമായ ധ്യാനങ്ങൾ തന്നെയാണ്. ആഴിതൻ തീരത്തെ ദേവാലയം, തുമ്പോളി മാതാവിൻ പുണ്യഗീഹം. നാനാമതസ്ഥരും ഏറ്റുപാടും തുമ്പോളിയമ്മ തൻ ഇമ്പനാമം. ആഴിതൻ തീരത്തെ ദേവാലയം, തുമ്പോളി മാതാവിൻ പുണ്യഗേഹം. തിരുനാള് തിരുനാള് തീരത്തിന്ന് തിരുനാള്, തിരുനാളം തെളിയുമ്പോൾ തീരം നിറയും പെരുന്നാള്. തിരുനാള് തിരുനാള് തീരത്തിന്ന് തിരുനാള്, തിരുനാളം തെളിയുമ്പോൾ തീരം നിറയും പെരുന്നാള്. ദേവാലയത്തിൻ്റെ ഒരു ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള മരിയൻ ഗ്രോട്ടോയാണിത്. സെബാസ്റ്റ്യൻ അറോജ് അച്ഛൻ വികാരിയായിരിക്കുമ്പോഴാണ് ഈ ദേവാലയവുമായി ബന്ധപ്പെട്ടിട്ട് മാതാവിൻ്റെ തിരുസ്വരൂപം കിട്ടിയ ഈ കഥ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിങ്ങനെയാണ് ഇവിടെ ഫലകം കാണുന്നത്. കപ്പലോട്ടക്കാരി അമ്മ 1600-ൽ
പാരീസിൽ നിന്ന് പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പായ്ക്കപ്പൽ ആലപ്പുഴ തുമ്പോളി കടലിൽ വന്നു. കാറ്റും കോളും മൂലം കപ്പൽ തീരത്തുറച്ചു. കപ്പിത്താൻ മാതാവിൻ്റെ രൂപം ഇവിടുത്തെ പള്ളിയിൽ ഏൽപ്പിച്ചു. ഈ അത്ഭുത മാതാവിനെ കപ്പലോട്ടക്കാരി അമ്മ എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച മരിയൻ ഗ്രോട്ടോ 2014 നവംബർ 27 ആലപ്പുഴ രൂപത മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പൊഴിയിൽ ആശീർവദിച്ചു എന്നാണ് ഫലകത്തിൽ കാണുന്നത്. അഭിവന്യ അത്തിപ്പൊഴിയിൽ പിതാവ് കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞുപോയി. ഈ ഫലകം കാണുമ്പോൾ അത്തിപ്പൊഴി പിതാവിനെ കൂടി തിരുനാൾ പെരുമ പ്രത്യേകം ഓർക്കുന്നു. അങ്ങനെ ദേവാലയത്തിൻ്റെ പാർശ്വഭാഗത്ത് വളരെ മനോഹരമായി മാതാവിൻ്റെ ഗ്രോട്ടോ കപ്പലിൽ വന്നതിനെ അനുസ്മരിച്ചുകൊണ്ടിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുനാൾ പെരുമ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നമുക്കൊന്നിച്ച് കാണുവാൻ കഴിയട്ടെ. അതുവരെ ദൈവം നിങ്ങളെയും എന്നെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.